ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണ്. മാലതി വർമ്മ എന്ന കോടീശ്വരി ഉച്ചമയക്കത്തിലായിരുന്നു. പുറത്ത് വലിയ ബഹളം കേട്ട് ഉണക്കം മുറന്ന അവൾ 2ാം നിലയിലെ ബാൽക്കണിയിലേക്ക് നടന്നു. അരയ്ക്ക് കീഴ്പോട്ടേക്ക് തളർന്ന് വീൽചെയറിൽ നടക്കുന്ന അവളുടെ കെട്ടിയവൻ ബാൽക്കണിയിലിരുന്ന് താഴേക്ക് നോക്കുന്നുണ്ട്. അവൾ അവിടേക്കെത്തി താഴേക്ക് നോക്കി. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ട് തൻ്റെ കാര്യസ്ഥനെയും സെക്യൂരിറ്റിയെയും തലങ്ങും വിലങ്ങും തല്ലുന്നതാണ് അവൾ കണ്ടത്. തലയിലും മുഖത്തും നിറയെ താടിയും മുടിയുമുള്ള നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് അവനെ ഇഷ്ടമായി. ഇതിനിടയിൽ ആരോ പിടിച്ചു വലിച്ചപ്പോൾ അവൻ്റെ ഷർട്ട് കീറിപ്പോയി. ആ സമയം അവൾ അവൻ്റെ ശരീരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. നെഞ്ചും വയറും നിറയെ രോമങ്ങൾ, കയ്യിലെയും പുറത്തെയും മുളച്ചു നിൽക്കുന്ന മസിലുകൾ. നല്ല ആരോഗ്യമുള്ള പുരുഷ ലക്ഷണമൊത്ത ചെറുപ്പക്കാരൻ. കുമാരേട്ടാ, എന്താ അവിടെ? അവളുടെ ഒച്ച കേട്ട ആ ചെറുപ്പക്കാരൻ തല ഉയർത്തി നോക്കി. അവരോട് നിർത്താൻ പറയ്, എന്നിട്ട് അയാളെയും കൂട്ടി കുമാരേട്ടൻ അകത്തേക്ക് വാ. അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് അവൾ കെട്ടിയവനെ നോക്കി. അവനെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അവനെ ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് നിർത്താൻ പോവാ. എന്തിനെന്ന അർത്ഥത്തിൽ അയാൾ തൻ്റെ ഭാര്യയെ നോക്കി. നിങ്ങൾ സംശയിക്കണ്ട, അവനെ എൻ്റെ കൂടെ കിടത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അയാൾ വിഷമത്തോടെ തല കുനിച്ചു. അത് കണ്ട് അവൾ അയാളുടെ തലയിൽ തലോടി. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാനും ഒരു പെണ്ണല്ലേ. എന്നെക്കാളും 15 വയസ്സിന് മൂത്ത നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാൻ സമ്മതിച്ചപ്പോൾ എനിക്ക് കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. 2 വർഷത്തെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ഒഴിച്ച് എല്ലാ സുഖങ്ങളും നിങ്ങൾ എനിക്ക് തന്നു. പക്ഷെ ആ വീഴ്ചയിലെല്ലാം തീർന്നില്ലേ? അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന നിങ്ങളെ ഇനി എന്തിനു കൊള്ളാം? ഇപ്പോൾ 5 വർഷമായില്ലേ? ഓ, ഒരു ശീലാവതി. എത്ര പുരുഷന്മാരെ വിളിച്ചു കയറ്റി നീ എൻ്റെ മുന്നിലിട്ട് ഓരോന്ന് കാണിച്ചിരിക്കുന്നു. പറയുന്നത് കേട്ടാൽ പതിവ്രത ആണെന്ന് തോന്നും, അയാൾ മനസ്സിൽ പറഞ്ഞു. അത് മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവൾ തുടർന്നു. ഞാൻ ഈ 5 വർഷത്തിനിടയിൽ പലരെയും എൻ്റെ കിടപ്പറയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ പുരുഷൻ്റെ ലക്ഷണങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ, കഴിവുണ്ടായിരുന്നില്ല. 32 വയസ്സുള്ള എനിക്ക് ഇപ്പോൾ സുഖിക്കേണ്ട പ്രായമാണ്. എന്നെ സുഖിപ്പിക്കാൻ ഇവന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവനൊരു ആരോഗ്യമുള്ള പുരുഷനാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എൻ്റെ ഡ്രൈവറായി അവനെ ഞാൻ നിയമിക്കാൻ പോവാ. അവൾ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ വീൽചെയർ ഉരുട്ടി അയാളുടെ ഹോം നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് മുറിയിലേക്ക് കയറി. അലമാര തുറന്ന് 2-3 ഷർട്ടും എടുത്ത് താഴേക്കിറങ്ങി. അപ്പോൾ ഹാളിൽ കുമാരേട്ടനും സിറ്റ് ഔട്ടിൽ ആ ചെറുപ്പക്കാരനും നിൽക്കുന്നുണ്ടായിരുന്നു. ഷർട്ട് അവൾ കുമാരേട്ടന് നേരെ നീട്ടി. ഇത് പാകമാകുമോ എന്ന് നോക്കാൻ പറ. കുമാരേട്ടൻ ഷർട്ട് വാങ്ങി അവന് കൊടുത്തു. അവനതിട്ട് നോക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. അവൾ ഒരു സെറ്റിയിൽ കാലുമേൽ കാൽ കയറ്റി വെച്ചിരുന്നു. അവനോട് കയറി വരാൻ പറ. അവളുടെ ആജ്ഞ കേട്ട് കുമാരേട്ടൻ അവനെ ഹാളിലേക്ക് നിർത്തി. എന്താ നിൻ്റെ പേര്? ശരത്ത്. വീടെവിടെ? വയനാട്. ആരൊക്കെയുണ്ട് വീട്ടിൽ? അമ്മയും 2 അനിയത്തിമാരും. ഇവിടെ എന്തായിരുന്നു പ്രശ്നം? അത് മാഡം, ഞാനൊരു സാധാരണക്കാരനാണ്. ഒരു കാർ CC-ആയി എടുത്ത് ടാക്സി ഓടുവാ ഞാൻ. ഇന്ന് എൻ്റെ വണ്ടിയിലേക്ക് ഇവിടുത്തെ വണ്ടി വന്നിടിച്ചു. ഒരു സൈഡ് മുഴുവൻ പൊളിഞ്ഞു പോയി. അത് നന്നാക്കാനുള്ള പൈസ ചോദിച്ചപ്പോൾ എന്നെ തല്ലിയിട്ട് അവരിങ്ങോട്ട് പോന്നു. ഞാൻ പിറകെ എത്തി പൈസ ചോദിച്ചപ്പോഴാണ് ആ പ്രശ്നം ഉണ്ടായത്. അവൻ്റെ വിവരണം കേട്ട് അവൾ കുമാരേട്ടനെ നോക്കി. ശരിയെന്ന അർത്ഥത്തിൽ അയാൾ തലകുലുക്കി. സാരമില്ല, വണ്ടി നന്നാക്കാനുള്ള പൈസ ഞാൻ തരാം കേട്ടോ. അവൻ്റെ മുഖത്ത് ആശ്വാസം കലർന്ന ഒരു ചിരിയുണ്ടായി. ശരത്തിരിക്ക്. വേണ്ട മാഡം, ഞാൻ നിന്നോളാം. ഓട്ടോ ഒക്കെ എങ്ങനെ? കുറവാണ് മാഡം. വീട്ടിൽ പോകുന്നത് എപ്പോഴാണ്? അങ്ങനൊന്നും ഇല്ല മാഡം, ഇപ്പോൾ പോയിട്ട് 4-5 മാസമായി. അപ്പോൾ അവർക്കുള്ള പൈസ അത് ഞാൻ അയച്ചു കൊടുക്കും. മാസം എത്ര രൂപ അയക്കാൻ പറ്റും? അതൊരു 15,000 രൂപയൊക്കെ അയക്കും മാഡം. അവൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അവൻ്റെ നേരെ നോക്കി. ഞാനൊരു ജോലി തന്നാൽ ശരത്ത് സ്വീകരിക്കുമോ? എന്ത് ജോലിയാണ് മാഡം? എൻ്റെ ഡ്രൈവർ.
ഞാൻ പുറത്തു പോകുമ്പോൾ വണ്ടി ഓടിക്കുക, അതാണ് ജോലി. മാസം 20,000 രൂപ ശമ്പളമായി ഞാൻ തരും. താമസം ഭക്ഷണം ഫ്രീ. എന്തു പറയുന്നു? അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി. അവൻ എന്തു പറയണമെന്നറിയാതെ വാ പൊളിച്ച് നിൽക്കുകയായിരുന്നു. വീണ്ടും അവൾ തുടർന്നു. താല്പര്യമാണെങ്കിൽ തൻ്റെ വണ്ടി ശരിയാക്കി ആർക്കെങ്കിലും കൂലിക്ക് ഓടിക്കാൻ കൊടുക്ക്. അതും ഒരു വരുമാനം ആകുമല്ലോ. എന്ത് തീരുമാനിച്ചു? അവൾ അവനെ നോക്കി ചുണ്ട് നനച്ചു. ശരി മാഡം, ഞാൻ വല്ലപ്പോഴുമേ പുറത്തു പോകൂ. അല്ലാത്ത സമയം പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഭക്ഷണം കഴിച്ച് സുഖിച്ച് കഴിയാം. കുമാരേട്ടാ, ഔട്ട് ഹൗസിൻ്റെ താക്കോലെടുത്ത് വാ. കുമാരേട്ടൻ വാതിൽ തുറന്ന് ശരത്തിനെയും കൂട്ടി അവൾ അകത്തേക്ക് കയറി. അകത്തെ സൗകര്യങ്ങൾ കണ്ട് അവൻ കണ്ണു മിഴിച്ചു. ഒരു AC റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും മറ്റ് ഫർണിച്ചർ എല്ലാം റൂമിലുണ്ടായിരുന്നു. ശരത്തെ, ഭക്ഷണം ആവശ്യ സമയത്ത് ബംഗ്ലാവിൽ വന്ന് കഴിക്കാം. പിന്നെ തൻ്റെ ഫോൺ നമ്പർ എനിക്ക് തന്നേ. ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കും. അവൻ നമ്പർ പറഞ്ഞു കൊടുത്തു. അവൾ 1,000 രൂപ അവന് നേരെ നീട്ടി. ഇത് പിടിക്കും. റെസ്റ്റ് എടുത്തിട്ട് പോയി ഈ താടിയും മുടിയും ഒക്കെ കട്ട് ചെയ്ത് വൃത്തിയായി വാ. വണ്ടി ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. പിന്നെ ഈ പൈസ ഞാൻ കണക്കിൽ പെടുത്തില്ല. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുമാരേട്ടൻ വന്ന് പറയും കേട്ടോ. അവൾ അതീവ സന്തോഷത്തോടെ മുടിവിട്ടിറങ്ങി. ശരത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെത്തിയതുപോലെ ആയിരുന്നു. ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലുള്ള ജീവിതവും ജോലിയും. അവൻ റെസ്റ്റ് എടുക്കാൻ നോക്കാതെ പോയി താടിയും മുടിയും വെട്ടി വന്നു. രാത്രി ഭക്ഷണം അവർ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ആ സമയത്ത് അവൾ അവനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഇവനെ തൻ്റെ കിടപ്പറയിൽ എത്തിക്കണമെന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. രാത്രി 9 മണിയായി. ശരത്ത് കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. മാഡം ആണല്ലോ. ചാടി അവൻ ഫോൺ എടുത്തു. ശരത്തെ, ഒന്ന് ബംഗ്ലാവിൽ വരെ വന്നേ. എന്തേ മാഡം ഈ രാത്രി? ഒരത്യാവശ്യമുണ്ട്, നീ വാ. ആ ലൈറ്റ് അണച്ച് റൂം പൂട്ടിയേക്ക് കേട്ടോ. അവൻ ബംഗ്ലാവിൽ ഡോർ തുറന്ന് ഹാളിൽ കയറി. അവിടെ മാഡം നിൽക്കുന്നുണ്ടായിരുന്നു. വാ. അവൾ അവനെ വിളിച്ചിട്ട് കോണി കയറി തൻ്റെ മുറിയിലേക്ക് നടന്നു. പിറകെ സംശയത്തോടെ അവനും. റൂമിൽ കയറിയതും അവൾ ഡോർ അടച്ചു കുറ്റിയിട്ടു. അപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിച്ചത്. ഒരു നേർത്ത നൈറ്റ് ഗൗൺ മാത്രമാണ് അവളുടെ വേഷം. ഇരിക്ക് ശരത്തെ. അവനെ കട്ടിലിൽ പിടിച്ചിരുത്തിയിട്ട് അവളും ഇരുന്നു. ആഡംബരം നിറഞ്ഞ AC മുറി. ശരത്തിന് ഏതാണ്ടൊക്കെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. പണക്കൊഴുപ്പിൽ ജീവിക്കുന്ന ഇവളുടെ കഴപ്പ് തീർക്കാനാണ് തന്നെ വിളിച്ചതെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതിലവന് സന്തോഷം തോന്നി. സിനിമാ നടിയെപ്പോലെ സുന്ദരിയായ ഇവളെ കളിക്കാൻ കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണെന്ന് അവൻ ചിന്തിച്ചു. അല്പനേരം അവൾ തലകുനിച്ചിരുന്നു. അതിനുശേഷം അവൾ പറഞ്ഞു, ശരത്തെ, എൻ്റെ ഭർത്താവിൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ 5 വർഷമായി. ഞാൻ ചോരയും നീരും ഉള്ളൊരു സ്ത്രീയാണ്. വികാരങ്ങളും ആഗ്രഹങ്ങളും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശരത്തിനെ വിളിച്ചത്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു പരിഭ്രമം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. താൻ പേടിക്കുകയൊന്നും വേണ്ട. എൻ്റെ ഭർത്താവിൻ്റെ അനുമതിയോടെയാണ് ഞാൻ തന്നെ ജോലിക്ക് വെച്ചത്. അതെന്തിനാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ബാക്കിയുള്ളവരെല്ലാം എൻ്റെ ജോലിക്കാരാണ്. അവരൊന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. മാഡം, ഇതൊക്കെ തെറ്റല്ലേ? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തെറ്റും ശരിയും നോക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ദാഹം തീരുമോ ശരത്തെ? ഇതിപ്പോൾ നമ്മുടെ ആവശ്യമാണ്. എൻ്റെയും നിൻ്റെയും. അങ്ങനെ മതി, ചിന്തിച്ചാൽ മതി. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ അവനോട് ചേർന്നിരുന്നു. അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് കൊതിച്ച് താടി. അവൾ അവൻ്റെ 2 കൈകളും പിടിച്ച് തൻ്റെ ചുമലിലും വെച്ചു. അതവനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തുടങ്ങാനുള്ള മുന്നറിയിപ്പായിരുന്നു. അവൻ ആ സൗന്ദര്യധാമത്തെ തന്നെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവൾ അവനെയും കൊണ്ട് പതുപതുത്ത കിടക്കയിലേക്ക് മറിഞ്ഞു. 2 പേരും ആവേശത്തോടെ കെട്ടിപ്പിടിച്ചു. അവളുടെ ശരീരത്തിൽ നിന്നുയരുന്ന മാദകഗന്ധം അവൻ്റെ സിരകളിൽ ഒരഗ്നിയായി പടർന്നു. അവൻ അവളുടെ മുകളിലേക്ക് കമിഴ്ന്ന് കിടന്ന് ആ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ പാതി അടച്ച് എന്തിനും തയ്യാറായി
ഇന്ന് കണ്ട തൻ്റെ മുന്നിൽ മലർന്നു കിടക്കുന്ന സൗന്ദര്യവതിയായ ചരക്. അവളുടെ ഉണങ്ങി വരണ്ട ചുവന്ന ചുണ്ടുകൾ എന്തിനോ വേണ്ടി ദാഹിക്കുന്നു. ആ ദാഹം അവൻ തീർത്തു കൊടുത്തു. ആ രാത്രിയിൽ അവൻ മാലതിവർമ്മയെ സ്വർഗത്തിലെത്തിച്ചു. AC-യുടെ തണുപ്പിലും അവർ വിയർത്തു കുളിച്ചു. ആലസ്യത്തിൽ തളർന്നു കിടന്ന അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഇഷ്ടായോ? സുഖിച്ചോ? ഇഷ്ടായോന്നോ? ഇതുപോലെ ഇത്രയും വലിയ സുഖം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ വളരെ ഹാപ്പിയാണിപ്പോൾ. എനിക്കത് മതി. ഞാൻ വിചാരിച്ചതിനേക്കാളും മിടുക്കനാ നീ. ഞാൻ പോട്ടെ. ഇന്നിവിടെ നിന്നാൽ ശരിയാവില്ല. ആരെങ്കിലും കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും പൊക്കോ. പോയി കിടന്ന് നല്ലപോലെ ഉറങ്ങ്. രാവിലെ തല്ലിപ്പിടിച്ച് എണീക്കൊന്നും വേണ്ട കേട്ടോ. ഉറക്കം മതിയായി എണീറ്റാൽ മതി. അവൻ ബാത്റൂമിൽ കയറി ഫ്രഷായി ഡ്രസ്സിട്ട് പോകാൻ റെഡിയായി. അപ്പോൾ അവിടെ കിടന്ന അവൾ എണീറ്റ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവൻ അവളെ പിടിച്ചു മാറ്റി. ഇനിയും ഉമ്മ വെച്ച് നിന്നാലേ ഒരു പടി കൂടി ചെയ്യേണ്ടി വരും. അയ്യോ വേണ്ട പൊയ്ക്കോ. എന്തേ മതിയായോ? മതിയായിട്ടല്ലടാ, ഞാൻ ക്ഷീണിച്ചു. അമ്മാതിരി പണിയെടുത്തില്ലേ. അവൻ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. പിന്നീട് അങ്ങോട്ട് ശരത്തിൻ്റെയും മാലതിയുടെയും ദിവസങ്ങളായിരുന്നു. അവർ ദിവസവും അടിച്ചു പൊളിച്ച് സുഖിച്ചു. അവൻ അത് മാത്രമായി പണി. സുഖിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നത് പോലെ ആയിരുന്നു അവളുടെ രീതികൾ. 2 മാസം കടന്നുപോയി. എവിടെ പോയാലും അവർ ഒരുമിച്ച്. മൂന്നാറിലും വയനാട്ടിലും അവർക്ക് എസ്റ്റേറ്റ് ഉണ്ട്. അവിടെയെല്ലാം അവർ ഒരുമിച്ച് കറങ്ങാൻ പോയി. അതിനിടയിൽ ഒരു ദിവസം അവൾ അവൻ്റെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു. ശരത്തേ, ഞാൻ ഗർഭിണിയാണ്. അയ്യോ ചേച്ചി, ഇത് ഇനി എന്ത് ചെയ്യും? നീ പേടിക്കേണ്ട ശരത്തേ, ഞാനിത് ആഗ്രഹിച്ചതാണ്. നമുക്കൊരു കുഞ്ഞ്. നിൻ്റെ ജീവിതത്തെ ഇത് ഒരിക്കലും ബാധിക്കില്ല. അവനത് തൃപ്തിയായില്ലെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. മാലതി ഇതിനിടയിൽ ശരത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കുന്നുണ്ടായിരുന്നു. 6 മാസങ്ങൾ കൂടി കഴിഞ്ഞു. ഇതിനിടയിൽ പെട്ടെന്ന് മാലതിയുടെ ഹസ്ബൻഡ് ഒരു അറ്റാക്കിൽ മരിച്ചു. ആ വീട്ടിലെ ചുമതലകളെല്ലാം ശരത്ത് ഏറ്റെടുത്തു. അത് അവൾക്കും ഇഷ്ടമായിരുന്നു. മാലതി മാസം തികഞ്ഞ് ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ശരത്തിനോട് വേറെ ഒരു നല്ല കുട്ടിയെ കല്യാണം കഴിച്ചുകൊള്ളാൻ അവൾ പറഞ്ഞെങ്കിലും അവൻ കൂട്ടാക്കിയില്ല. ഇതാണ് തൻ്റെ ജീവിതമെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരിക്കലും താൻ ചിന്തിക്കാത്ത ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൗഭാഗ്യങ്ങളൊന്നും താൻ സ്വപ്നം കണ്ടിട്ട് കൂടിയില്ല. മാലതിയെ ഭാര്യയായി കണ്ട് കുഞ്ഞിനൊപ്പം അവരുടെ സ്വത്ത് കാര്യങ്ങളും നോക്കി അവർ സസുഖം ജീവിച്ചു. അപ്പം ഈ സ്റ്റോറിയുടെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻ നമ്മുടെ ടെലഗ്രാമിലെ പ്രീമിയം ചാനലിലാണ് ഞാൻ ഇടുന്നത്. നവംബറിലായിരിക്കും ഇടുക. നവംബറിലെന്ന് പറഞ്ഞാൽ നവംബർ ആദ്യം. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരടിപൊളി പുതിയ കഥയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.